പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ വെള്ളപ്പൊക്ക സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓഫ് റോഡ് വാഹനങ്ങൾ ഇറങ്ങുകയും പിന്നീട് അത് വിവാദത്തിലാവുകയൊക്കെ ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോഴാ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഏതാനും ചില MVD ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ നടപടിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. ഹൈക്കോടതി എന്ത് കാരണത്താലാണ് ഈ MVD ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് എന്നത് ഒരു ചോദ്യമാണ് ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്താണ് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ MLA-മാരുടെ നിർദ്ദേശപ്രകാരം ഓഫ് റോഡ് വാഹനങ്ങൾ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ രക്ഷിക്കാനും മറ്റുമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഓഫ് റോഡ് വാഹനങ്ങൾ എത്തിയത്. പിന്നീട് ഇത് വലിയ വിവാദമായിരുന്നു. അതായത് ഇതിൽ വിവാദമായത് ഈ ഓഫ് റോഡ് വാഹന ഉടമകൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. MVD ഉദ്യോഗസ്ഥരായിരുന്നു ഇവരിൽ നിന്നും പിഴ ഈടാക്കിയത്. 7500 രൂപയാണ് ഇവരിൽ നിന്നും പിഴ ഈടാക്കിയിരുന്നത്. ഇതിലാണിപ്പോൾ ഹൈക്കോടതി ഈ സസ്പെൻഷൻ നടപടിയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു നിരീക്ഷണം, അതായത് ഇത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായവും ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴും സമാനമായ സാഹചര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഈ നിലയിൽ രക്ഷാപ്രവർത്തനത്തിനും മറ്റും ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായവും സംസ്ഥാന ഹൈക്കോടതി ആരാഞ്ഞിട്ടുണ്ട്. ഏതായാലും നിലവിൽ സംസ്ഥാന സർക്കാരിനോടാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് ഇത്തരത്തിൽ ഓഫ് റോഡ് വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തത്. ഈ വിവാദമുണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ഓഫ് റോഡ് വാഹനങ്ങൾ MLA-മാരുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയതെന്ന് ഉടമകൾ പറഞ്ഞിരുന്നു. MLA-മാർ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരും ഇവർക്കെതിരെ ഒരു പ്രതികരണമൊന്നും നടത്തിയതുമില്ല. മാത്രവുമല്ല, പൊടുന്നനെ തന്നെ ഇത് വിവാദമായപ്പോൾ ഈ MVD ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുവാനുള്ള നടപടികളും കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ നടപടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് അടിയന്തരമായി തന്നെ ഇതിലൊരു റിപ്പോർട്ട് നൽകുവാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ വെള്ളപ്പൊക്ക സമയത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓഫ് റോഡ് വാഹനങ്ങൾക്കെതിരെ എടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനെ എന്ത് കാരണം കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്നതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു വിശദീകരണം സർക്കാരിനോട് തേടിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.